മൂന്നാമത്തെ വിഭാഗം നമ്മുടെ വെറും കൈയും കാലും ഉപയോഗിച്ചിട്ടുള്ള കരാട്ടയിൽ കത്ത എന്ന് പറയും, കുംഫുൽ ഫോംസ് എന്ന് പറയും, കളരിപ്പയറ്റിൽ അതിൻ്റെ ആ മുറകൾ എന്ന് പറയും. എന്തുമാകട്ടെ, ഏത് തരം അഭ്യാസ കലകളുള്ള ആളുകൾക്കാണെങ്കിലും അവരുടെ ശരീരം ഉപയോഗിച്ച് എത്ര വേഗത്തിൽ, എത്ര പെർഫെക്ഷനോടുകൂടി, ടൈമിംഗ് ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു അടിപൊളി മത്സരമാണ് നാലാമത്തെ വിഭാഗം. അതെ, ആയുധങ്ങളുടെ തീപാറുന്ന മത്സരങ്ങൾ. നാല് വിഭാഗങ്ങളിലായിട്ടുള്ള ഈ മത്സരത്തിൽ ഓരോ വിഭാഗത്തിനും 2 ലക്ഷം രൂപ സമ്മാനവും, ഓൾറൗണ്ട് എല്ലാ വിഭാഗത്തിലും നന്നായി സ്കോർ ചെയ്യുന്ന ആൾക്ക് എക്സ്ട്രാ 2 ലക്ഷം രൂപ സമ്മാനവും, മൊത്തം 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളാണ് ഇതിലൂടെ ഈ ആയോധന കലാകാരന്മാർക്ക് നേടാൻ സാധിക്കുക. നമ്മുടെ മാനസിക തലം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇന്നത്തെ ഈ എപ്പിസോഡിലെ ഈ സെഗ്മെൻറ്റിൽ നമ്മൾ വളരെ ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് കുട്ടികളെ നമ്മുടെ ഈ സമൂഹം തന്നെ ഡെവലപ്പ് ചെയ്യുന്ന കുട്ടികളിലൂടെയാണ്. ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ഇൻഫോർമേഷനാണ്. വായനയും അതുപോലെ ദൃശ്യമാധ്യമവും നമ്മെ ഒരുപാട് സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തീർച്ചയായും ഞാനിപ്പോൾ ഒരു ദൃശ്യമാധ്യമത്തിലൂടെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. പക്ഷേ ഈ ദൃശ്യമാധ്യമങ്ങളിൽ ഒരു 15 വയസ്സ് എത്തുന്ന ഒരു കുട്ടി സ്ഥിരമായി TV കാണുകയാണെങ്കിൽ 1 ലക്ഷം കൊലപാതകങ്ങളും 10,000-ഓളം ബലാത്സംഗങ്ങളും അത്ര തന്നെ ദുഷിച്ച തിന്മയിലേക്ക് നയിക്കുന്ന പ്രവർത്തനങ്ങളും കാണുന്നുണ്ട് എന്നാണ് പല സർവേകളും വ്യക്തമാക്കുന്നത്. അതുപോലെ പല വീടുകളിലും ഇതിനെ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുന്നില്ല. തീർച്ചയായും ഇത് വേണ്ടെന്നല്ല എന്ന് ഞാൻ പറയുന്നത്. നല്ല ഒരു സമൂഹം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എല്ലാ മാതാപിതാക്കളും അവരുടെ കുട്ടികൾ കാണുന്ന പ്രോഗ്രാം, അതിനൊക്കെ നല്ല നല്ല പ്രോഗ്രാം കാണട്ടെ. അതല്ലാത്ത പ്രോഗ്രാം അത് നിങ്ങൾ ഒരുമിച്ചാണെങ്കിലും അല്ലെങ്കിൽ കുട്ടി ഒറ്റയ്ക്കാണെങ്കിലും കാണാൻ അനുവദിക്കരുത്. അവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ബുക്കുകളാണ്. അതാവുമ്പോൾ നമുക്ക് കൃത്യമായി ആ വിഷയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് എത്തിച്ചു കൊടുക്കാനും അവർക്കത് വായിച്ച് മനസ്സിലാക്കാനും സാധാരണ ഒരു ദൃശ്യമാധ്യമത്തേക്കാൾ 10,000 മടങ്ങ് ശക്തമാണ് ഒരു ബുക്ക് അഥവാ വായന. കൃത്യമായി അവരുടെ ആ ചിന്തയും മനസ്സും എല്ലാം വായിക്കുമ്പോൾ അവിടെ തന്നെ ഉണ്ടാകും. ഏത് വിഷയത്തിലേക്കാണ് പോകേണ്ടത് ആ ബുക്കുകളിലൂടെ നമുക്ക് അവരെ ആ വിഷയത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. നല്ല ബുക്കുകൾ വായിക്കുക, വായന ഒരു ശീലമാക്കുക, അതിനെ ഉയർത്തുക. ഓരോ വ്യക്തികളെയും, ഓരോ മതത്തെയും, എന്തിനേയും അറിയാൻ ഒരു വ്യക്തിയെ, മരണപ്പെട്ടൊരു വ്യക്തിയെ നിങ്ങൾക്ക് വളരെ സൗഹൃദപരമായി മനസ്സിലാക്കാൻ അവരുടെ ബുക്കുകൾ വായിച്ചാൽ മതി. വായന അത് വളരെയധികം പിന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്, നല്ല വായന. അപ്പോൾ ആ വായനയെ നമ്മൾ ഉണർത്തണം, പഠിക്കണം, മനസ്സിലാക്കണം, ചിന്തിക്കണം. എന്ന് പറഞ്ഞ ഈ വാക്കുകൾ എല്ലാവരും ഉൾക്കൊണ്ടുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മഹാത്മാഗാന്ധിയെ നാം ഓർക്കുന്നത് നല്ല നല്ല ചിത്രങ്ങൾ സമ്മാനിക്കുന്ന ജീവിതങ്ങളാകട്ടെ. നിങ്ങൾ ഈ പ്രോഗ്രാം മുടങ്ങാതെ കാണുന്നുണ്ടല്ലോ അല്ലേ? ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ എഴുതിയിരിക്കണം. കൂടാതെ മാർഷൽ ആർട്സുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും കലാകാരന്മാർ നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടേണ്ടതാണ്. ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട ഒരുപാട് കലാകാരന്മാരെ ഞങ്ങൾ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങളെ ക്ഷണിക്കപ്പെടാത്ത ഏതെങ്കിലും ആയോധന കലാകാരന്മാർ നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം കുംഫുവിൻ്റെയും കരാട്ടയുടെയും തായ്ക്കൊണ്ടയുടെയും തായ്ഷിയുടെയും മോയിത്തായുടെയും ബോക്സിങ്ങിൻ്റെയും ഒക്കെ കളരിപ്പയറ്റിനൊക്കെ വളരെ വ്യത്യസ്തമായ കാഴ്ചകളാണ് നിങ്ങൾ എല്ലാ എപ്പിസോഡിലും കാത്തിരിക്കുന്നത്. ഡോണ്ട് മിസ് ഇറ്റ്. പുതുപുത്തൻ കാഴ്ചകളുമായി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം.
നന്ദി.